എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ കുട്ടികളിലും കരൾ രോഗങ്ങൾ ഉണ്ടാവുമെന്ന്. മുതിർന്നവരിൽ പോലെ തന്നെ കുട്ടികളിലും കരൾ രോഗങ്ങൾ ഉണ്ടാവും. അത് നവജാത ശിശുക്കൾ തുടങ്ങി മുതിർന്ന കുട്ടികൾ വരെ കരൾ രോഗങ്ങൾ ഉണ്ടാവും. ബട്ട് സ്പെക്ട്രം അഡൾട്ടിനെ വെച്ച് നോക്കിയാൽ സ്പെക്ട്രം ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ജനിച്ച കുട്ടികളെ, നവജാത ശിശുക്കളിൽ വളരെ ചെറിയ കുട്ടികളുണ്ടാകുന്ന ഒരു കരൾ രോഗമാണ് ബിലിയറി അട്രീസിയ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ നമുക്ക് ജീവിതചര്യ രോഗങ്ങൾ, അതായത് ഫാറ്റി ലിവർ ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കാണുന്നതാണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ പകരുന്ന അസുഖമാണ്. പിന്നെ അപൂർവമായ കുട്ടികളിൽ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ്, വിൽസൺസ് എന്ന് പറഞ്ഞ കോപ്പർ അടിയുന്ന അസുഖം, അതുപോലെ പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി ബി, അത് ക്രോണിക് ഫേസിലേക്ക് പോകുന്ന അസുഖങ്ങളാണ്. പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് പൊടുന്നനവേ ലിവർ ഫെയിലിയർ, അക്യൂട്ട് ലിവർ ഫെയിലിയർ, അല്ലെങ്കിൽ ലിവർ ചുരുക്കം വന്ന് ലിവർ സിറോസിസ് മുതലായ അസുഖങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ക്ഷീണം, അല്ലെങ്കിൽ കണ്ണിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ മഞ്ഞ കാണുക, പിന്നെ ഛർദി, പിന്നെ കുറച്ച് രോഗം മൂർച്ഛിക്കുമ്പോൾ കാലിൽ നീര്, വയറിൽ നീര്, അതൊക്കെ കരൾ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മതിയായ പരിശോധനകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് കരൾ രോഗം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാം. പിന്നെ അത് ഏത് അസുഖമാണ് അതനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. വളരെ അപൂർവമായി കരൾ ഫെയിലിയറായ അല്ലെങ്കിൽ ലിവർ സിറോസിസ് അഡ്വാൻസ്ഡ് ആയ കുട്ടികൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമുക്ക് ചെയ്യേണ്ട ആവശ്യകത വന്നേക്കാം.